ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഒന്ന് ആർ ബി ഐയിലെ ഈ പോളിസിയൊക്കെ മാർക്കറ്റ് ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്ത പോലെ വന്നു. സോ അത് ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു 25 ബേസിസ് പോയിന്റ് കട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ 6.5% ഇൻട്രസ്റ്റ് നിന്ന് ഇപ്പോൾ 6.25% ആയി. ഇപ്പോൾ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലേഷൻ റേറ്റ് 4% ആണ്. റിസർവ് ബാങ്ക് പറയുന്നത് 4% ഇൻഫ്ലേഷനാണ് അവർ 25-26 പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റ് അതുകൊണ്ടൊന്ന് ചീറപ്പ് ആയിട്ടില്ല. മാർക്കറ്റ് ഇന്ന് വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ് കാണുന്നത്. സോ ഐ തിങ്ക് നോ വൺ ഈസ് സേഫ് ഇൻ ദ മാർക്കറ്റ്. ഹോൾഡിംഗ് എ പൊസിഷൻ ഈസ് ഹൈലി റിസ്കി. So only we can do some intraday trading, and that's all today's market. ഇന്ന് ഇൻട്രാഡേ ട്രേഡിംഗ് പറ്റിയ മാർക്കറ്റാണ്. നാളത്തെ മാർക്കറ്റ് വളരെ വോളറ്റൈലായിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മൾ ആലോചിക്കും ടാറ്റാസിൻ്റെ സ്റ്റോക്സ് ഒക്കെ ഒരു കാലത്ത് കൺസിഡർ ടു ബി ദി സേഫ് ഹെവൻ ആയിരുന്നു. അപ്പോൾ എല്ലാം ഈ ടാറ്റ സ്റ്റോക്സ് ഒക്കെ ഒരു ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ടാറ്റേൻ്റെ എല്ലാ കമ്പനികളും നിഫ്റ്റിയിൽ എത്ര കമ്പനികൾ ടാറ്റേൻ്റെ, ടാറ്റ കൺസൾട്ടൻസി, ടാറ്റാസിൽ ഏറ്റവും അധികം പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ് TCS, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റൻ്റെ കൺസ്യൂമർ പ്രോഡക്ട്സ്, ടൈറ്റൻ കമ്പനി, ട്രെൻറ്റ്, ടാറ്റ കെമിക്കൽസ്, ടാറ്റ ടെക്നോളജി. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സ്റ്റോക്സൊക്കെ എക്സാമ്പിൾ വോൾട്ടാസ്, ഇതൊക്കെ ടാറ്റേൻ്റെ സ്റ്റോക്സൊക്കെ ഹോൾഡ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഓൺലി ടാറ്റാസിൻ്റെ സ്റ്റോക്സ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 50% ഒരു എന്താ പറയുക, ഒരു 10 ലക്ഷം റുപ്യ നിങ്ങൾ ടാറ്റ സ്റ്റോക്സ് മാത്രം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂഷൻ ഹാർഡ്ലി 4 lakhs അടുത്തായിട്ട് ഉണ്ടാവും. അത്രയും ഇറോഡ് ചെയ്തിട്ടുണ്ട് ടാറ്റേൻ്റെ എല്ലാ സ്റ്റോക്സും. ടാറ്റ മോട്ടോഴ്സൊക്കെ എത്ര കുറഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഓൾമോസ്റ്റ് 50% ടാറ്റ മോട്ടോഴ്സ് കുറഞ്ഞു. ട്രെൻഡ് ഇന്നലെ കുറഞ്ഞ 19% ഒക്കെ ട്രെൻഡൊക്കെ കുറഞ്ഞിട്ടുള്ളൂ. സോ ഇപ്പോൾ ടാറ്റേൻ്റെ സ്റ്റോക്സ് തന്നെ ഏകദേശം മാർക്കറ്റിൽ 1.5 ലക്ഷം കോടി വായ്പ ഔട്ട് ചെയ്യുന്നുണ്ട് ടാറ്റ സ്റ്റോക്സ്. സോ ഇങ്ങനെയുള്ള ഈ ടാറ്റ സ്റ്റോക്സ് പോലും നമുക്ക് ഇന്ന് ഒരു ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ള സ്റ്റോക്സ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്? സോ വാട്ട് ഈസ് ദ റിസ്ക് റിവാർഡ് ഇഷ്യൂ. പൊതുവേ ടാറ്റേൻ്റെ സ്റ്റോക്സ് എന്ന് വെച്ചാൽ ഒരു 5 year നിങ്ങൾ ഹോൾഡ് ചെയ്താൽ അതിൻ്റെ CAGR 36-40% സ്റ്റോക്സാണ് ടാറ്റേൻ്റെ സ്റ്റോക്സ്. അത് ഈവൻ ടാറ്റ കൺസൾട്ടൻസി പോലും എത്രയാ ഫോളോ ചെയ്തിട്ടില്ല, നിങ്ങൾ ആലോചിച്ചു. So this is a market, no one is safe. So we have to be very cautious. We have to do only the intraday nowadays, holding position for a long time. So ഇന്നിപ്പോൾ നെസ്ലെ ആണ്, FMCG സ്റ്റോക്സ് ആണ് മാർക്കറ്റിൽ നിന്ന് ചേരുള്ളത്, എസ്പെഷ്യലി നെസ്ലെ ഒക്കെ ഹൈലൈറ്റ് ഉള്ളത്. So thank you very much for viewing my channel. This is